നമസ്കാരം. നമുക്കിന്നൊന്ന് മസ്കറ്റ് നൈറ്റ്സിന് വിട്ടാലോ? നമ്മള് ടിക്കറ്റ് ഒക്കെ ഓൺലൈൻ എടുത്തു. ടിക്കറ്റ് റേറ്റ് വരുന്നത് നിങ്ങളുടെ അറിവിലേക്ക് 3 വയസ്സ് തൊട്ടിട്ട് 11 വയസ്സ് വരെ 500 പൈസയും പിന്നെ 12 വയസ്സ് തൊട്ടിട്ട് ആണ് വലിയവർക്ക് 1 റിയാലും ആണ്. 3 വയസ്സ് വരെയുള്ളവർക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. അവിടെ നിന്ന് ഇപ്പൊ തന്നെ പാർക്കിംഗ് ഒരു രക്ഷയില്ല കേട്ടാ. ആ ഏരിയയില് പാർക്കിംഗ് കിട്ടാല്ല. അതാ നമ്മള് ഇവിടെ ദൂരെ കൊടുന്നൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തു. ഇതാ നമ്മളുടെ പരിപാടി നടക്കണോടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 5 മണിയായിട്ടുള്ളൂ കേട്ടാ. ഇത് കണ്ടോ, പാർക്കിംഗ് ലോട്ടൊക്കെ ഫുള്ളാണ്, നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. ഇത് വീക്ക് ഡേ ആയിട്ടാണ് ഈ അവസ്ഥ. വീക്കെൻഡ് ആണെങ്കിൽ ഈ ജില്ലയിലേക്ക് എടുക്കാനും പറ്റില്ല. ഇതാണ് ഇവരുടെ മെയിൻ എൻട്രൻസ്. ഉള്ളില് കേറി വന്ന വഴിക്ക് അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട്. ഇത് നാച്ചുറൽ ഫ്ലവേഴ്സ് അല്ല, ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ്. എന്നാലും അടിപൊളിയാണ്. കുറെ പല ടൈപ്പില് പല കളറില് അടിപൊളിയായി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമ്മളുടെ ഇന്നത്തെ പരിപാടിയുടെ അല്ല, മൊത്തം ദിവസത്തെ പരിപാടിയുടെ ലിസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. റിയൽ അല്ലേ? കുപ്പിയില് വെള്ളമായിട്ട് ആക്കി അതിൽ വെച്ചിരിക്കുകയാണ്. ആ എന്താ സ്മോക്കാണോ? എൻട്രൻസ് കഴിഞ്ഞ് ഉള്ളിലേക്കാണ് കിടന്നാൽ ഒരു പൂങ്കാവനം പോലെ കേട്ടാ. അടിപൊളിയല്ലേ? ഇതില് ശരിക്കുള്ള ഫ്ലവേഴ്സും ഉണ്ട് കേട്ടാ. കണ്ടില്ലേ? ഈ ആന്തൂറിയം, ബാംബു, പിന്നെ എന്തൊക്കെയാ സംഭവങ്ങള്? വല്ല പേര് അറിയാം നിനക്ക്? ആന്തൂറിയം ഒക്കെ ഒറിജിനലാണ്. അതെ, ഇതും റിയലാ? ശരിയാ. കുപ്പിയില് വെള്ളം ഒഴിച്ച് അതെ, പക്ഷെ വളർത്തണല്ല, പൂവുകള് മാത്രം അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതും റിയലാട്ടാ. ആ ആ ഇനിയാണ് അച്ഛനെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് കിടക്കണം. അച്ഛൻ ഇത്രയോ സമയം ചോദിച്ചോണ്ടുള്ള സ്ഥലങ്ങള്. എന്താ സംഭവം? ഓ, പ്ലേ ഏരിയ. അച്ഛൻ ചോദിച്ചിട്ട് ആ ടോയ്സിന്റെ അവിടെ നിന്ന് പോകുന്നുള്ളൂട്ടാ. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഹെവൻ പോലെ രസമുണ്ട്. കുറച്ചുകൂടി ലൈറ്റ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിലാണെങ്കിൽ എസ് പറഞ്ഞിട്ട് ഡെവിളാണ് പറഞ്ഞത്. കാരണം ഒന്ന് ഒരു ലൈറ്റും ഒന്ന് വെച്ച് ഡാർക്കും. ഇതെന്താ റെഡ് ആയ കാരണാണോ ഡെവിള്? ഏതാ എനിക്ക് ഇഷ്ടായി? ഓ, പോയ്സൺ അല്ല, ചെടി വളരാൻ വേണ്ടി വെള്ളം ഒഴിച്ചു വെച്ചിരിക്കണതാ. ടാറ്റു ഉള്ള ബട്ടർഫ്ലൈയാ? ബട്ടർഫ്ലൈനെ പിടിച്ചിട്ട് ടാറ്റു അടിച്ചിരിക്കുക? ടാറ്റു ഇല്ലാത്ത ബട്ടർഫ്ലൈ. ഏസിയുടെ കണ്ടുപിടുത്തങ്ങളെ. നോഞ്ഞിയെ തന്റെ അഡ്വഞ്ചർ പാർക്ക് ഉണ്ടല്ലോ, 2 ദിവസം പോയി ആർമാദിച്ചല്ലേ? അധികല്ല. ഇതവിടെ അതിൻ്റെ ഉള്ളൊരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് കേട്ടാ. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ, ജബൽ അക്തർ പോയിട്ട് അഡ്വഞ്ചർ പാർക്കില് പൂന്തി വിളയാടിയ പോലത്തെ ഒരു സംഭവം ഉണ്ടോ, അതവിടെ ഉണ്ട്. പുറത്തേക്ക് എപ്പോഴും പോയാലുള്ള അസുഖം പിള്ളേർക്ക് വീണ്ടും വന്നിട്ടുണ്ട്, വിശപ്പിന്റെ. ഇതെന്താ സംഭവം? പിന്നെ അതെ, പുറത്ത് വന്നാൽ എന്തെങ്കിലും വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ ഈ കാണുന്ന ഷോട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്ന്, എന്താ അതിന്റെ പേര് പറഞ്ഞേ? സ്ട്രോബെറി ചോക്ലേറ്റ് ഡിപ്പാ. അതെ, ആ സംഭവം വാങ്ങി. ആ അവിടെ നടക്കണ്ട, അവിടെ ഒക്കെ ഫ്ലവർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാ. നമ്മള് നടന്ന് അതിന്റെ ഒരു തെറ്റത്ത് എത്തിയിട്ടാ. അവിടെ കണ്ടില്ലേ, ഈ റൗണ്ടിൽ ഇത് അങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ രാത്രി എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും തോന്നണു. ഇതിന്റെ ചുറ്റോറും സ്റ്റോളുകൾ കാണാം നിങ്ങൾക്ക്. പല ടൈപ്പ് സ്റ്റോളുകൾ ഉണ്ട് കേട്ടാ. അതൊക്കെയാണ് ഇതിന്റെ ചുറ്റോറുള്ളത്. മെയിൻലി ഭക്ഷണം തന്നെയാവും. നമുക്ക് എന്തായാലും ഒരു പ്രദക്ഷിണം ഇതിന് ചുറ്റും വെക്കണം. അപ്പൊ നിങ്ങൾക്ക് ഓരോന്നായി കാണിച്ചു തരാം. ഡാൻസർ ഞോഞ്ഞി, ഇത് എന്ത് ഡാൻസ് ആയി വരുന്നേ?
കൊറിയൻ ഡാൻസ് ആണോ? ഇതവിടെ നമ്മൾ ഈ നടക്കണതിൻ്റെ ഇടയിൽ പല പരിപാടികളും ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഡാൻസ് സംഭവങ്ങളൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് പോയി അച്ഛൊരു കോൺ ഐസ്ക്രീം ഒപ്പിച്ചു. തണുപ്പത്ത് നല്ല തണുത്ത ഐസ്ക്രീം. പക്ഷെ ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ലല്ലോ. രുചി ഉണ്ടോ? രുചി ഇല്ലെങ്കിൽ കഴിക്കണ്ട. ഇല്ല എന്നാ കഴിക്കണ്ട. മുകളില് സർക്കസും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? എന്താ ഞാൻ തനിക്ക് ഫേസ് പെയിന്റ് ചെയ്യാത്തതിന്റെ കുറവാണോ? പക്ഷെ മൊത്തത്തിലൊരു ഓളല്ല അല്ലേ? എനിക്ക് തോന്നുന്നു വീക്ക് ഡേ ആയതുകൊണ്ടാണ് ഒരു മൊത്തത്തിലൊരു ഓളം വരുന്നില്ല. ആൾക്കാർ കുറവാണ്. എനിക്ക് തോന്നുന്നു പ്രോഗ്രാംസ് ഒന്നും കുറവാണ്. അവിടെ സർക്കസ് എന്തായാലും ഘനഗംഭീരമായി നടക്കുന്നുണ്ട്. കണ്ടില്ലേ? അവിടെ ഒരു അടിപൊളി ഫുഡ് കോർട്ടിന്റെ ഏരിയ ഉണ്ട് കേട്ടാ. ഇഷ്ടമാതിരി സ്റ്റോളുകളുണ്ട്. ആർക്കും വിശക്കണില്ലേ? അപ്പൊ നമുക്കിനി സെലക്ട് ചെയ്യണം ഏതെന്ന് കഴിക്കണം എന്നുള്ളത്. എല്ലാം കഴിക്കണോ? എന്താ ഇവിടെ ഇഷ്ടമാതിരി സാധനങ്ങൾ കോംപ്ലിമെന്ററി കൊടുക്കണ്ട കേട്ടാ. എല്ലായിടത്തും പോയിട്ട് നമ്മള് ഒന്നും വിടാതെ എടുക്കണുണ്ട്. അപ്പൊ നമുക്കിനി എന്തെങ്കിലും കഴിക്കാൻ നോക്കാം. അപ്പൊ നമ്മള് ഭക്ഷണങ്ങളൊക്കെ കുറെയൊക്കെ വാങ്ങി മേടിച്ചു കൊടുന്നു. ഇത് അവിടെ വന്ന് ഇരിക്കണ്ട കേട്ടാ. മുന്നിലൊരു സ്റ്റേജ് ഉണ്ട്. അവിടെയാണ് ഇവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാംസ് കംപ്ലീറ്റ് നടക്കുന്നത്. നമ്മൾ അതും കണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇതെന്താ നമ്മള് മിനിഞ്ഞാന്ന് ഇവിടെ സീബ് പോയപ്പോ വാങ്ങിയ യമ്മി പൊട്ടറ്റോ, ടർക്കിഷ് യമ്മി പൊട്ടറ്റോ അതൊരെണ്ണം വാങ്ങി. പിന്നെ ഇവിടെ ഒരു ചിക്കൻ സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബീഫ് സ്റ്റിക്ക് ഉണ്ട്. ഗുഡാണോ? ഓ അച്ചുവരനെ തീർത്തോ? എന്തോ ഒരു കൊറിയൻ സാധനം പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ വരും. പിന്നെന്താ? പിന്നെ ഞോഞ്ഞി ബർഗറാ? ഒരു ബർഗറും. അവര് പറഞ്ഞു കേട്ടാ ഈ സംഭവം ഒരു കൊറിയൻ ഡിഷാണ് കേട്ടാ. എന്താ അതിന്റെ പേര്? ടാക്കിയോക്ക. ടാക്കിയോക്കി. ഇതിന്റെ ഉള്ളിൽ ക്രാബൊക്കെ നിറച്ചിട്ടുള്ള ഒരു സംഭവമാണ്. എന്തൊക്കെയാന്ന് തിന്നെ നോക്കാം. എന്താ അവസ്ഥ? ടാക്കിയോക്കി കട്ട്ലേറ്റ് സ്റ്റഫ് ചെയ്തിട്ട് അതിന്റെ അകത്തൊരു ക്രാബിന്റെ പീസിട്ട് കട്ട്ലേറ്റ് മോളിൽ നോക്കുമ്പോ കട്ട്ലേറ്റ് രുചിയാണത്. ഇത് എണ്ണയിൽ മുക്കി എടുക്കണ? ഞാൻ വിചാരിച്ചു ഗ്രില്ലാന്ന്. എസിക്ക് വേണ്ടി മിനി ബർഗറാണ് എസി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എസി എങ്ങനെയുണ്ട്? തന്റെ റിവ്യൂ പറയേ. ഓ അത് രുചി നോക്ക്. ഇറങ്ങട്ടെ, വായിലേക്ക് ഇറങ്ങട്ടെ. നല്ല രുചിയുണ്ടോ? സ്വന്തമായി വാങ്ങിയതല്ലേ, അപ്പൊ നല്ല അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ലതാ? എന്താ വെച്ച് എസിയുടെ കൂടെ പോയിട്ടാണോ? താനും കൂടി പോയിട്ടാണോ വാങ്ങിയത്? അത് പോയി വാങ്ങിട്ട് വായോന്നാ. ദുബായില് മാത്രല്ല നമുക്കിവിടെ മസ്കറ്റിലുണ്ട് കേട്ടാ ഗ്ലോബൽ വില്ലേജ് ഒക്കെ. നമ്മളിനി ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിലൊന്ന് കയറാൻ പോവാണ്. നമ്മുടെ അവിടെ ഒരു അടിപൊളി കാപ്പിക്കാരൻ നിൽക്കുന്നുണ്ട്. നമുക്ക് കോഫിയൊക്കെ തന്നു. കണ്ടില്ലേ? കാവയാ? സ്ട്രോബെറി ജ്യൂസാ? ഓ ശരി. കാപ്പിക്കാരനല്ലാണ്ടാ, ജ്യൂസുകാരനാണ്. നമുക്ക് കോംപ്ലിമെന്ററി എന്നാ. ഇവിടെ ഒരു ആഫ്രിക്കൻ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ചുറ്റും പല പവലിയനുകളുണ്ട് കേട്ടോ. ട്യൂണേഷ്യ, സിറിയ, ഇറാന്, ടാൻസാനിയ. എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ ഇന്ത്യയുടെ പവലിയനിൽ കയറാം. ഐശ്വര്യമായി അപ്പൊ നമ്മള് ഇന്ത്യയിലേക്ക് കയറിയാട്ടാ. കേറിയ വഴിക്ക് ഇവരെ മൂന്നാളെയും പിടിച്ചിട്ട് എന്തോ ഒരു ആർട്ട് വർക്കിന് കയറ്റിയിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ രംഗ്രീസ് വകയാണ് അല്ലേ? രംഗ്രീസ്. അതെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കൗണ്ടറുകളും ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ്, കേരള വിങ്ങിന്റെ, മലബാർ വിങ്ങിന്റെ, കേരള വിങ്ങിന്റെ, ഉറുദു വിങ്ങിന്റെ, അങ്ങനെ എല്ലാം ആണ്. കണ്ടില്ലേ? മിക്ക
മിക്കയിടത്തും കോഫി ഷോപ്പുകളാട്ടോ. നമ്മുടെ നാടൻ മലയാളി പലഹാരങ്ങളൊക്കെ കിട്ടും എല്ലായിടത്തും. എല്ലാം അങ്ങനെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഡ്രസ്സുകളുടെ ഒരു കട ഉണ്ട്. പിന്നെ ഇവിടെ ഓർണമെന്റ്സ് ഒക്കെ ആയിട്ടൊരു കട ഉണ്ട്. ഇത് തമിഴ് വിങ് ആണ്. ഈ 3 എണ്ണം ഇത് ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ രംഗ്രീസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമായിട്ടുള്ളൊരു വിങ് ഉണ്ട്. അവരുടെയാണ് കേട്ടോ അത്. ഓ, സ്വന്തമായിട്ട് വാങ്ങി സ്വന്തമായി പൈസ കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പാലക്കാട് കൂട്ടായ്മയുടെ ഒരു കൗണ്ടർ കാണാം. അവിടെയും ഫുഡ് തന്നെയാണ്, പാലക്കാടൻ ഫുഡ്. തുണി, ഓർണമെന്റ്സ്, ഭക്ഷണം, ഇതാണ് കേട്ടോ മെയിൻ കോൺസെൻട്രേഷൻ എല്ലായിടത്തും. എങ്ങനെയുണ്ടായിരുന്നു വാഹന നിരീക്ഷണം? താനെന്ത് സാധനത്തിനാണ്ട്? 3-നെയാ? എന്നിട്ട് കണ്ടോ നല്ല ക്ലിയർ ആണോ? നന്നായി. അച്ചു എന്തിനാണ്ട്? അത് പപ്പടാർന്നില്ലേ അച്ചു? പപ്പടാർന്നത് പിന്നെന്തായിരുന്നു? 3ആണോ? എസി എന്തിനാ കണ്ട? എസി സ്പാറോ സ്റ്റാറോ? എസി ഏതിനാണ്ട്? ജൂപ്പിറ്ററിന്റെ ഏതാണ്ട്? ഷേപ്പ് എന്തായിരുന്നു? സർക്കിളായിരുന്നോ? ഗുഡായിരുന്നു? നന്നായി കണ്ടോ? ഇതിന്റെ ഉള്ളൊരു ഗെയിം സോൺ കോർണർ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് നമുക്ക് വീഡിയോ ഗെയിം ഒക്കെ കളിക്കാം. അച്ചുവിന് ഇഷ്ടമുള്ളൊരു സംഭവമാട്ടോ ഈ കാർ റേസ്. അച്ചുതാ കിട്ടിയതാ അപ്പൊ പടച്ചോണ്ടിരിക്കയാണ്. അച്ചുവിനാണെങ്കി നിലത്തേക്ക് ആക്സിലേറ്ററിന്റെ അവിടേക്ക് കാലെത്തൂല്ല. അവിടെ നിൽക്കണ സ്ത്രീയാണ് അച്ചുവിനെ സഹായിച്ചോണ്ടിരിക്കണേ. ആഫ്രിക്കൻ ഡാൻസ് ഇഷ്ടംമാതിരി നടക്കണ്ട കേട്ടോ അവിടെ. ഒരുപാട് ആഫ്രിക്കൻ പരിപാടികൾ കണ്ടു. നമ്മുടെ ഡ്രോൺ ഷോ ഇവിടെ ആരംഭിച്ചിരിക്കട്ടാ. എല്ലാവരും ഇവിടെ ഡ്രോൺ ഷോ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം അടിപൊളിയാട്ടോ. ഇതെല്ലാവരും ഇരുന്ന് കാണുന്നുണ്ട്. ഇതാ ഡ്രോണുകളൊക്കെ തിരിച്ചു പോയി തോന്നുന്നു. കണ്ടോ? ഇന്നത്തെ ഷോ അവസാനിപ്പിച്ച് ഇതാ തിരിച്ചു പോവുകയാണ്. എന്താ പറഞ്ഞേ? ബൈ ബൈ ഒന്നുമില്ല, അതിന്റെ വഴിക്ക് പോയി തോന്നണോ? അല്ല അവിടെ എന്താ എഴുതണ്ട്? ഇല്ല, കഴിഞ്ഞു. അതാ പോയി. അച്ചു എങ്ങടാ? അത് പോയി, അത് കാണില്ല. അച്ചു ഇങ്ങോട്ട് വരുമോ? അത് പോയി. എങ്ങനെ ഉണ്ടായിരുന്നോ? എന്തായിടോ ക്ഷീണിച്ചോ? ഓടിക്കളിക്കണ്ട, വേണ്ട വേണ്ട വേണ്ട. നമുക്കിതാ ഇപ്പോഴൊരു ഷോ ഉണ്ട് കേട്ടോ. ലേസർ ആൻഡ് ഫൗണ്ടൻ ഷോ ആണ്. അതിന്റെ വെന്യൂ ആണ് ഇത്. ഇവിടെയാണ് ഈ സംഭവം നടക്കണത്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നപ്പോഴേക്കും അതിന്റെ അവസാനം എത്തിയായിരുന്നു, നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ഷോ വരുന്നത് 9:30-ക്കാണ്. ഇനിയിപ്പോൾ അതിന് 5 മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മുടെ ഷോ സ്റ്റാർട്ട് ആവാൻ. അപ്പോൾ അതും കൂടി കണ്ടിട്ട് ഇവിടെ നിന്ന് വിടാന്ന് വിചാരിച്ചു. അങ്ങനെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചതാ നമ്മൾ വീട്ടിൽ വന്ന് കയറി. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ അന്നപൂർണയിൽ വന്നിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചു. ഇപ്പൊ ദാ സമയം 11:30 മണിയായിട്ടോ. ഇനി നാളെ സ്കൂളുണ്ട്. സ്കൂളില്ലേ? നാളെ പോണ്ടേ? ബുക്കുകളിലൊക്കെ ചെതല് പിടിച്ചോ നോക്കിയോ?
എന്നിട്ട് വല്ലതും ഉണ്ടാ ചെതലുണ്ടോ? ഇല്ല. നാളെ അവരുടെ സ്കൂള് തുറക്കുക കേട്ടോ. അപ്പൊ ഇനി നാളെ രാവിലെ തൊട്ട് സ്കൂള് അങ്കാണ്. അപ്പൊ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.